അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പാചകമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊടും ചൂടിൽ നമ്മൾ പലതരം ഷേക്കുകൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൽ മിൽക്ക് ഷേക്ക്, അതുപോലെ തണ്ണിമത്തൻ ഷേക്ക്, അതുപോലെ സേമിയ മിൽക്ക് ഷേക്ക്, ഇങ്ങനെ ഒരുപാട് ഷേക്കുകൾ നമ്മൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഞാനൊരു ഷേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സേമിയ മിൽക്ക് ഷേക്ക് പോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പായസം മിൽക്ക് ഷേക്ക്. അപ്പോൾ പായസം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ആദ്യം നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ശർക്കര പായസം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല മധുരമുള്ള മാമ്പഴവും ചെറുപഴവും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് പായസം ഒഴിച്ചു കൊടുക്കാം. ഈ പായസം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ തണുത്ത പായസം കേട്ടോ. ഇനി അവസാനം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി, നെയ്യിൽ വറുത്ത കറുത്ത മുന്തിരിയും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പായസം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടോ. വളരെ പെട്ടെന്ന് ഇത് ശരിയാക്കാം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശരിയാക്കി കഴിച്ച് നോക്കണം കേട്ടോ. തണുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, തണുപ്പില്ലാതെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പിള്ളേർക്കൊക്കെ തണുപ്പില്ലാതെ യാതൊരു രക്ഷയില്ല, അവർ കഴിക്കത്തതേ ഇല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചൊക്കെ ഇത് ശരിയാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഈ ഒരു ശർക്കര പായസം, അപ്പോൾ സേമിയ പായസത്തിലൊക്കെ നമ്മൾ പഞ്ചസാര ഇഷ്ടം പോലെ ചേർക്കുന്നത്, ഇതിപ്പോൾ ശർക്കര. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പം ഓക്കേ.